നമസ്കാരം. നമ്മളൊക്കെ ചിലപ്പോൾ മറ്റുള്ളവരെ കൊണ്ട് ഒരുപാട് വിഷമം അനുഭവിച്ച് നിൽക്കുന്ന ആളുകളായിരിക്കും. അത് പല കാര്യത്തിലും ഉണ്ടാവും. ചിലപ്പോൾ ജോലിയുടെ കാര്യത്തിലാവും, ചിലപ്പോൾ പ്രണയത്തിൻ്റെ കാര്യത്തിലാവും, ചിലപ്പോൾ സാമ്പത്തിക വിഷയവുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കാം. അങ്ങനെ പല പല കാരണങ്ങളിലൂടെ മറ്റു വ്യക്തികൾ കാരണം ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുകൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാവും. അവർക്കൊക്കെ അവരുദ്ദേശിച്ച ആ ഒരു കാര്യം ആ വ്യക്തിയിൽ നിന്ന് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. അത് ആ വ്യക്തിയിൽ നിന്ന് നമ്മൾ ചിലപ്പോൾ സ്നേഹമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ സ്നേഹം നമുക്ക് അതേ രീതിയിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ആ ഒരു വ്യക്തി നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ഇടപാടാണോ അതെങ്കിൽ ആ പ്രശ്നത്തിന് നമുക്കതിനൊരു പരിഹാരം ഉണ്ടാവും. അങ്ങനെ എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾ ഈ ഒരു വിഷയം പൂർണ്ണ വിശ്വാസത്തോടു കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ കാര്യം സാധിച്ച് കിട്ടുക തന്നെ ചെയ്യും. ഇതൊരു വിശ്വാസത്തോടു കൂടി ചെയ്യേണ്ട കാര്യമാണ്. അത് ആ വിശ്വാസത്തോടു കൂടി നിങ്ങളത് പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ആ കാര്യത്തിനൊരു ഫലം കിട്ടുക തന്നെ ചെയ്യും. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ണാടി എടുക്കുക. ഒരു കണ്ണാടി എടുത്ത് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ആ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മുടെ മുഖം വരുന്ന ആ ഒരു ഭാഗത്ത് അതിൻ്റെ നെറ്റിയിൽ ആ കണ്ണാടിയിൽ ഒരു വട്ടമിടുക. ഒരു ചുവന്ന സ്കെച്ച് പെന്ന് കൊണ്ടോ എന്തുകൊണ്ടെങ്കിലും ഒരു ചുവപ്പ് കളറിൽ ഒരു വട്ടമിടുക അതിൻ്റെ ആ നെറ്റി വരുന്ന ഭാഗത്ത്. നെറ്റിയുടെ ആ രണ്ട് പിരികത്തിന് ഇടയിൽ നമ്മൾ പൊട്ട് തൊടുന്ന ഭാഗമുണ്ടല്ലോ, ആ ഒരു ഭാഗത്ത് ഒരു വട്ടമിടുക. ആ വട്ടം ഇട്ടതിന് ശേഷം നമ്മൾ ആ കണ്ണാടിയിലേക്ക് ഒരു 5 മിനിറ്റ് നോക്കിയിരിക്കുക. അപ്പോൾ നമ്മുടെ രൂപം തന്നെ ആ കണ്ണാടിയിൽ കാണാം. ആ രൂപത്തെ നമ്മൾ ഏത് വ്യക്തിയാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഒരു വ്യക്തിയായിട്ട് മനസ്സിൽ കരുതണം. ആ ഒരു വ്യക്തിയാണ് അത് എന്ന് മനസ്സിൽ കരുതി ആ വട്ടമിട്ട ആ ഭാഗത്തേക്ക് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങളുടെ ആവശ്യം മനസ്സിൽ കരുതി 5 മിനിറ്റ് ഇരിക്കുക. അത് ആ വ്യക്തിയാണ്. ആ വ്യക്തിയുടെ പിരികത്തിന് നടുവിലുള്ള മധ്യഭാഗത്തേക്കാണ് നമ്മൾ നോക്കുന്നത് എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് നമ്മുടെ ആവശ്യം മനസ്സിൽ കരുതി പൂർണ്ണ വിശ്വാസത്തോടു കൂടി ആ കാര്യം നടക്കും എന്ന് കരുതി അതിലേക്ക് നോക്കിയിരിക്കുക ഒരു 5 മിനിറ്റ്. ഇത് നിങ്ങൾക്ക് ഒഴിവ് കിട്ടുന്ന സമയത്ത് ചെയ്യാവുന്നതാണ്. നമ്മൾ വൃത്തിയുള്ള സമയത്ത് ചെയ്യണം. അത് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ആ കാര്യം നടക്കും. ഇത് നിങ്ങൾക്ക് ഒരു 21 ദിവസം വരെ ചെയ്യാവുന്നതാണ്. ഇത് ആദ്യ ദിവസം ചെയ്യുമ്പോൾ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നടന്നു കിട്ടും. അന്ന് തന്നെ നടക്കേണ്ട ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വേഗം തന്നെ നടക്കും. ചില കാര്യങ്ങൾക്ക് ഒരാഴ്ച ആവും. കുറച്ച് വലിയ കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 21 ദിവസം വരെ നമ്മളത് ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്യുമ്പോൾ ഒരാഴ്ചയുടെ ഉള്ളിൽ തന്നെ ആ മാറ്റങ്ങൾ കാണാൻ തുടങ്ങും. നിങ്ങൾ എത്രത്തോളം കോൺസെൻട്രേഷനോട് കൂടി ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും. എങ്കിൽ കൂടി പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ചെറിയ ചെറിയ മാറ്റങ്ങൾ അനുഭവപ്പെടാൻ തുടങ്ങും. എത്ര വലിയ കാര്യമാണെങ്കിലും ചെറിയ മാറ്റങ്ങൾ വരാൻ തുടങ്ങും. ആ മാറ്റങ്ങൾ വരുന്നുണ്ട് എങ്കിൽ നിങ്ങളിത് 21 ദിവസം പൂർത്തിയാക്കുക. നിങ്ങൾക്ക് മറ്റ് തടസ്സങ്ങളുണ്ടെങ്കിലാണ് ഇത് ഒരുപാട് നീണ്ടു പോകുന്നത്. മറ്റ് പല തടസ്സങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് നീണ്ടു പോകും. അതിന് നെഗറ്റീവ് എനർജി നിലനിൽക്കുന്നതുകൊണ്ടാണ് പല കാര്യങ്ങളും നിങ്ങൾ വിചാരിച്ച എന്ത് ചെയ്താലും അതൊന്നും നടക്കാത്തത്. അങ്ങനെയുള്ള ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ട് നീക്കം ചെയ്താൽ മാത്രമേ നമുക്ക് മറ്റ് എന്ത് കാര്യങ്ങളും നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ എന്ത് നമ്മൾ ചെയ്താലും എന്ത് നല്ല കാര്യമായാലും എന്ത് ചെയ്താലും അതെല്ലാം തടസ്സങ്ങൾ വന്ന് നിലനിൽക്കും. അതുകൊണ്ട് നമുക്ക് ആ കാര്യം സാധിച്ചു കിട്ടില്ല. അതിൻ്റെ അടുത്ത് വരെ എത്തിയിട്ട് വരെ നമുക്ക് ആ കാര്യം സാധിക്കാതെ പോകും. അങ്ങനെയാണ് പല ആളുകൾക്കും എന്ത് ചെയ്തിട്ടും ഒരു ഗുണവും കിട്ടാത്തത്, അതിന് ഒരു ഫലവും കിട്ടാത്ത അവസ്ഥ വരുന്നത് ഈ നെഗറ്റീവ് എനർജി അതല്ലെങ്കിൽ തടസ്സങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ആ നെഗറ്റീവ് എനർജി മാറ്റിയാൽ മാത്രമേ നമുക്ക് ബാക്കി നല്ല രീതിയിൽ എല്ലാം സാധിച്ചു കിട്ടുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നെഗറ്റീവ് എനർജീൻ്റെ എല്ലാം തടസ്സങ്ങളാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ നമ്പറിൽ മെസ്സേജ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെ മാറ്റേണ്ടത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് മാറ്റി മുന്നോട്ട് ആ കാര്യം സാധിച്ച് സന്തോഷമായി മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.